ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന അഭയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. കഥ കേൾക്കുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്തേരെ. അപ്പോൾ നമുക്ക് വിശദമായ കഥയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അപർണയുടെയും അതുപോലെ അമലിൻ്റെയും ശാന്തി മുഹൂർത്തത്തിലേക്ക് പോകാം. അപർണയെ പേടിപ്പിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ് അമൽ. അമൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയിൽ അപർണയും. ഇതേ സമയമുണ്ടല്ലോ, അപർണയുടെ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നളിനി എത്രയും പെട്ടെന്ന് ആ പാലുമായിട്ട് വരണം. ആ പാൽ ഇവനെ കൊടുത്ത് ഇവൻ കിടന്ന് ഉറങ്ങണം. ഇല്ലെങ്കിൽ തനിക്കിന്ന് സമാധാനം ഉണ്ടാവില്ല എന്ന് അപർണയ്ക്ക് നന്നായിട്ട് അറിയാം. എങ്ങാനും രക്ഷപ്പെടാനായിട്ട് അപർണ ഒരു കത്തിയൊക്കെ എടുത്ത് കൈ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് പുറത്ത് കതകിനൊരു മുട്ട് കേൾക്കുന്നത്. ഇതാരാ ഈ നേരത്തെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ എന്ന് അമൽ ചോദിക്കുക. നളിനി പാലമായിട്ട് വന്നു, ഇവനെ കൊണ്ടത് കുടിപ്പിക്കണം, സമാധാനമായി എന്നൊക്കെ ഓർത്ത് അപർണ ഇങ്ങനെ നിൽക്കുകയാണ്. ആ കത്തിയെടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യാം. പക്ഷേ അമൽ കഥക് തുറന്നപ്പോൾ കണ്ടത് മുത്തശ്ശിയാണ്. മുത്തശ്ശി പാലുമായിട്ട് വന്നു. ഇതെന്താ പാലൊക്കെ ആയിട്ട് മുത്തശ്ശി? ഇത് ഞാൻ ചെയ്യേണ്ടതല്ലാന്ന് എനിക്കറിയാം. കിച്ചണിൽ ചെന്നപ്പോഴേക്കും വയറുവേദനയാണെന്ന് പറഞ്ഞു നളിനി വയറ് പൊത്തിപ്പിടിച്ചിരിക്കുക. അപ്പോൾ പിന്നെ ഞാനിതിങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് നീ മേടിച്ചേ, ഇതങ്ങോട്ട് കുടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശി പാലങ്ങോട്ട് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് അമലിന്. അപർണ പാല് സന്തോഷത്തോടെ മേടിച്ചു. അപ്പോഴേക്കും അമൽ ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. അതെ, ഈ പാല് കൊണ്ട് മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നത്? ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എടാ മോനെ, ആദ്യം പകുതി പാല് നീ കുടിക്കണം, അതിനുശേഷം ബാക്കി ഇവൾക്ക് കൊടുക്കണം. ഓഹോ, അതാണല്ലേ ചടങ്ങ്? പിന്നല്ലാണ്ട് അത് തന്നെയാ ചടങ്ങ്. അല്ല, അപർണയ്ക്ക് പാൽ ഇഷ്ടമല്ല എന്ന കാര്യം മുത്തശ്ശി മറന്നു പോയോ? ഈ വീട്ടിൽ ആദ്യം വന്ന് കയറിയപ്പോൾ തന്നെ ഇവള് കാണിച്ചു കൂട്ടിയത് ഓർക്കാതെയാണോ പാലുമൊക്കെ ആയിട്ട് മുത്തശ്ശി വന്നത്? അതോർക്കാതെ ഞാൻ കൊണ്ടുവന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും അപർണ പറഞ്ഞു, ഇല്ല മുത്തശ്ശി, ഞാൻ കുടിച്ചോളാം. കണ്ടോ, ഇവൾക്ക് കാര്യം അറിയാം. അത് ശരിയാവത്തില്ലല്ലോ മുത്തശ്ശി എന്ന അമൽ. അതെ, നിനക്ക് OCD ഉള്ളതാ. വൃത്തിക്കുറവ് തോന്നിയാൽ കഴിച്ചതേ ഛർദ്ദിച്ചു പോവും. ഇന്നത്തെ രാത്രി കോളാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, നീ തന്നെ പറഞ്ഞതല്ലേ നിനക്ക് OCD ഉണ്ട്, പാല് കുടിച്ചാൽ ഛർദ്ദിക്കുന്നൊക്കെ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ആ പാല് കുടിക്കണ്ട. മാത്രമല്ല, ഒരാൾ കുടിച്ചതിൻ്റെ ബാക്കി അവൾക്ക് കുടിക്കാൻ പറ്റില്ല മുത്തശ്ശി. മുത്തശ്ശി തന്നെ ഈ പാലങ്ങോട്ട് പിടിച്ചേ, മുത്തശ്ശി അങ്ങോട്ട് പിടിക്കുക എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് കൊടുത്തു. അപർണയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കലക്കാനാ മുത്തശ്ശി പാലുമായിട്ട് വന്നത്. അയ്യോ മോനെ, ഞാനിത് കൊണ്ടുപോയേക്കാം. അയ്യോ, ചൂട് പാലങ്ങനെ വേസ്റ്റാക്കാൻ പാടില്ല. മുത്തശ്ശി തന്നെ അങ്ങോട്ട് കുടിച്ചേ. അയ്യോ, എനിക്ക് വേണ്ട മോനെ, മുത്തശ്ശി കുടിക്കുന്നേ, ചൂട് പാല വേസ്റ്റാക്കരുത്, നല്ല മധുരം ഇട്ടിട്ടുണ്ട്, കുടിക്ക് മുത്തശ്ശി. മുത്തശ്ശി വേണ്ടാന്ന് പറഞ്ഞ അപർണ എന്തായാലും ആ പാല് നിർബന്ധിച്ച് മുത്തശ്ശിയെ കൊണ്ട് കുടിപ്പിക്കുകയാണ് നമ്മുടെ അമൽ. എന്തായാലും അപർണയ്ക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയിന്ന്. എന്നാൽ ഗുഡ് നൈറ്റ് മക്കളെ, രാവിലെ കാണാമെന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോയി. മുത്തശ്ശി പോയി കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ കഥ അങ്ങോട്ട് അടച്ചു നമ്മുടെ അമൽ. അതേ, ശാന്തി മുഹൂർത്തം രാത്രി തുടങ്ങാം. അതിനിടയിൽ ഇങ്ങനെ വെറുതെ സമയം കളയണോ? അതിനല്ലേ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അപർണയെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപർണയ്ക്ക് അരികിലേക്ക് അമൽ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. അപർണയ്ക്കാണ് പേടിയായി, ഇതെങ്ങനെ ഇവനെ സെറ്റാക്കുന്ന അറിയാനും പാടില്ലല്ലോ. അപർണ ദേഷ്യത്തോടു കൂടി തൊട്ട് പോകരുതെന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും പതുക്കെ അമൽ വന്നിട്ട് ചോദിച്ച്, അയ്യേ തൊടാണ്ടെങ്ങനെയാ? നിനക്ക് പേടിയാവുന്നുണ്ടോ? നീ ഉറക്കം നിലവിളിച്ചേ, എന്നാലല്ലേ എനിക്കൊരു ത്രില്ല് വരുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അമൽ അവൾക്കരികിലേക്ക് ഇങ്ങനെ ചെന്നോണ്ടേ ഇരിക്കും കേട്ടോ. അപർണ പേടിച്ചറിണ്ട് പുറകോട്ട് പോവുക. എന്തായാലും അവളുടെ തൊട്ടരികിൽ ചെന്നിട്ട് അമൽ പതുക്കെ അങ്ങോട്ട് പിൻവാങ്ങി. അശ്ശടായ എന്നും പറഞ്ഞിട്ട്, നീ എന്താ വിചാരിച്ചേ? നിന്നെ ഞാൻ തൊടിലടി. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ? നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല. അതെ, നിനക്ക് ഞാനൊരു മനസ്സിൽ വിലയിട്ടിട്ടുണ്ട്. മനസ്സറിഞ്ഞ് ഞാനൊരു പെണ്ണിനെ സ്പർശിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനമുണ്ടായിരിക്കണം. അങ്ങനെ ഒരു സ്ഥാനം എൻ്റെ മനസ്സിൽ നിനക്കില്ല. അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൈകൊണ്ട് പോലും തൊടുകയുള്ളൂ. ഏതൊരു പെണ്ണ് അമലിൻ്റെ റൂമിൽ കിടന്നാലും ഉറങ്ങിയാലും എനിക്കൊന്നും തോന്നിയില്ല. പോയി കിടന്നുറങ്ങാൻ നോക്കടി എന്നും പറഞ്ഞിട്ട് അവൾ കിടക്കാനായിട്ട് പോയപ്പോൾ അയ്യയ്യടി എവിടെയല്ല സെറ്റിയില്ല. ഇന്ന് ആ ശാന്തി മുഹൂർത്തം എൻ്റെ ബെഡിൽ എനിക്ക് മാത്രം എന്നും പറഞ്ഞിട്ട് നമ്മുടെ അമൽ പോയി കിടക്കുക കേട്ടോ. പേടിയോട് കൂടിയിട്ട് പെട്ടെന്ന് അപർണ സെറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കുക. ഇതേ സമയം നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശി ഏതോ സോഫയിൽ കിടന്ന് പൂക്കുറ്റി ഉറക്കമാണ്. വായും പൊളിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങാണ്. അജയാണെങ്കിൽ ഉറക്കമില്ലാതെ പുറത്തിങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. അടുക്കളയുടെ വശത്ത് ഇങ്ങനെ വന്ന് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാത്രമല്ല അമൃതയെ വിളിച്ചിരിക്കുകയാണ്, പേഴ്സണലായിട്ട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അമൃത വന്നു. എന്താടാ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, നീ എത്ര നാൾ വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്? എനിക്ക് നീ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നിൻ്റെ അവസ്ഥയേക്കാൾ ഒരു പ്രശ്നത്തിലാണ് ഞാൻ, നിനക്കറിയാലോ എന്നൊക്കെ അജയ് ഇങ്ങനെ ചോദിക്കാം.
അപ്പോഴേക്കും അമൃത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ശരണിനെ വിളിച്ച് വരുത്താം. അപ്പം എന്തായാലും എൻ്റെ പ്രശ്നങ്ങൾക്ക് വേറെ ആരും പരിഹാരം കണ്ടെത്തി തരണ്ട, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരണിനെ ഞാനിന്ന് യാദൃശ്ചികമായി കണ്ടിരുന്നു എന്ന് അജയ് പറയാണ്. അതവിടെ നിൽക്കട്ടെ, ആദ്യം നീ നിരഞ്ജനയുടെ കഴുത്തിലൊരു താലി കെട്ടാനെങ്കിലും ശ്രമിക്കുക. അപ്പോഴേക്കും ജാനകി വന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കുക. ഇനി എന്ത് താലി കെട്ടാൻ, അതൊക്കെ കഴിഞ്ഞില്ലേ. ജാനകിയും ഞെട്ടി, അമൃതയും ഞെട്ടി, ഒരുപോലെ ഞെട്ടി. അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. നീ എന്താണ് ഈ പറയുന്നത്? അതെ, താലികെട്ടലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നടന്ന കാര്യം പറയുകയാണേ. നീ കിടന്ന് ഒച്ച വെക്കല്ലേ. അതായത് അമൃത ദേഷ്യത്തോടു കൂടി ചോദിക്കുക കേട്ടോ. എന്താ ഞാൻ ഈ കേൾക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ കിടന്ന് ഈ ഒച്ച വെക്കട്ടെ, എല്ലാവരും കൂടെ അറിയിക്കല്ലേ. ഈ വിവരം ഞാൻ ഏട്ടത്തിയോട് പോലും പറയാത്തത് എൻ്റെ കല്യാണം നടത്തി തരാൻ ആരും സമ്മതിക്കില്ല എന്ന് പേടിച്ചിട്ടാണ്, ആരും മുൻകൈ എടുക്കില്ല എന്ന് പേടിച്ചിട്ടാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കേട്ടോ. ജാനകി ഇത് കേട്ട് തകർന്നു പോയി. കാരണം വീട്ടിലൊരു വലിയ സംഭവമാണ് നടന്നിരിക്കുന്നത്, അജയുടെ കല്യാണം. അപ്പോഴേക്കും അമൃത ചോദിച്ചു, എൻ്റെ പൊന്നജയ്, നീ ഈ കാട്ടിക്കൂട്ടുന്ന ഇതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? ആരെങ്കിലും അറിഞ്ഞാൽ, അച്ഛൻ അറിഞ്ഞാൽ പിന്നെ നിന്നെ ഈ വീട്ടിൽ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ബാക്കി വെച്ചേക്കെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒരു താലി അവളുടെ കഴുത്തിൽ കെട്ടിയത് കൊണ്ട് മാത്രമാണ് നിരഞ്ജന ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതിനെ പക്ഷേ ഒരു വിവാഹമായിട്ട് അവളുടെ വീട്ടുകാരോ നമ്മുടെ വീട്ടുകാരോ അംഗീകരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാതെ പോലും സംസാരിക്കുന്ന കൂട്ടത്തിലെ മുത്തശ്ശിയൊന്നും ഇതറിയാൻ ഇടവരരുത്. ഏട്ടത്തിയോട് ഇത് പറയാത്തതിൻ്റെ കുറ്റബോധത്തിലാണ് ഞാൻ. നീയായിട്ട് എന്നെ ചതിക്കല്ലേ അമൃത. ഇതൊക്കെ ജാനകി കേൾക്കുന്നുണ്ട് കേട്ടോ. ജാനകി ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമൃത പറഞ്ഞു, എല്ലാവരും അറിഞ്ഞുകൊണ്ടൊരു വിവാഹം നടക്കാതെ ഈ കാര്യത്തിനൊരു തീരുമാനമാവില്ല അജയ്. ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം ഈ വിഷയം വലുതാക്കി കഴിഞ്ഞാൽ അച്ഛൻ സമ്മതിക്കാതെ നിർവാഹമില്ല. അല്ല, ഒരു വക്കീലിന് ഞാൻ ഉപദേശം നൽകേണ്ട കാര്യമുണ്ടോ എന്ന് അമൃത അജയോട് ചോദിക്കുക. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നിനക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു തരാം, എനിക്ക് നിന്നെ വിശ്വസിക്കാമോ എന്ന് അമൃത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അജയ് ചോദിച്ചപ്പോഴേക്കും നിനക്ക് വിശ്വസിക്കാം, പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് അമൃത ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ജാനകി തീരുമാനിക്കുകയാണ്, ഇനി എന്തിനാണ് നിരഞ്ജനയെ മാറ്റി നിർത്തുന്നത്? ആർക്കാ മാറ്റി നിർത്താനാവുക? സത്യത്തിൽ നിരഞ്ജന എന്ത് തെറ്റാണ് ചെയ്തത്? അപർണയേക്കാൾ ഈ വീട്ടിൽ മരുമകളാകാൻ യോഗ്യത നിരഞ്ജനയ്ക്കാണുള്ളത്. എനിക്ക് അവളെ ഈ വീട്ടിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അജയേക്കാൾ അത് ജാനകിയുടെ ആവശ്യമാണ്. ജാനകി അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിരഞ്ജനയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. എന്തായാലും അമൽ നല്ല സുഖനിദ്രയിലാണ്. അമൽ പകുതി ഉറക്കം കഴിഞ്ഞു കേട്ടോ. ഇടയ്ക്കൊന്ന് പതുക്കെ കണ്ണു തുറന്നപ്പോഴേക്കും ഒരു പ്രേതം വന്ന് തൻ്റെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു വികൃത രൂപം. അമൽ ചോടി എഴുന്നേറ്റ് കൊട്ടലിൽ ചോടി ഇറങ്ങി. അപ്പോഴേക്കും ആ വികൃത രൂപം കയറി കട്ടിലയിൽ അങ്ങോട്ട് കിടന്നു. മുടി അഴിച്ചിട്ട് നമ്മുടെ അപർണയായിരുന്നു നിന്നിരുന്നത്. ഒരു നിമിഷം കൊണ്ട് അവന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. കണ്ണും തിരുമ്മിയിട്ട്, നീയോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? നീ എന്തുവാടി, ദുർമാന്ത്രവാദിയോ? എൻ്റെ പൊന്നോ, നീ എന്തിനാണ് ബെഡിൽ കയറി കിടന്നത്? നിന്നോട് സെറ്റി കിടക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ആര് പറഞ്ഞു? അച്ഛനോ അതോ അമ്മയോ? ഞാൻ പറഞ്ഞാൽ മതി, വേറെ ആരും പറയണ്ട. പിന്നെ നീ പറഞ്ഞാൽ ഞാൻ എന്തിനു കേൾക്കണം? എടി എഴുന്നേറ്റ് പോടി, എനിക്ക് മനസ്സില്ല പോകാൻ. നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ അങ്ങോട്ട് ചെയ്തോ. അതെ, ഇതെൻ്റെ റൂമാണ്. അതെ, അതൊക്കെ പണ്ട്. ഇപ്പം ഈ വീട്ടിൽ എല്ലാവരും പറയുന്നതേ ഇത് അപർണയുടെ റൂമാണെന്നാ. നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ ബെഡിൽ കയറി കിടന്നത്? സോഫയിൽ കിടക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. നീ ആ ബെഡിൽ കയറി കിടന്നത്. സോഫയിൽ ചെന്ന് മര്യാദയ്ക്ക് വേണേൽ പോയി കിടന്നോ. അതെ, നീ എന്നോട് എന്തിനാടി എന്നെ പേടിപ്പിച്ചത്? നീ ഉറങ്ങിയോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. നീ എന്തിനാ പേടിക്കാൻ പോയത്? പുരുഷന്മാർക്ക് ഈ കാലത്ത് ഒരു സംരക്ഷണവും ഇല്ല. സംരക്ഷണം നിനക്ക് പറഞ്ഞിട്ടുള്ളതേ അവിടെയാ. സെറ്റിയെ പോയി കിടക്കാൻ നോക്ക്. അങ്ങനെ ദേഷ്യത്തോടു കൂടി അമര് പോയി സെറ്റിയെ കിടക്കും കേട്ടോ. തലേണയൊക്കെ വലിച്ചു പറിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴാ സമാധാനമായി എന്നും പറഞ്ഞ് അപർണ സുഖമായിട്ട് കട്ടിലേ കിടന്നുറങ്ങാം. പിറ്റേ ദിവസമാണ് പിന്നെ കാണിക്കുന്നത്. ജാനകി തുളസി തറയിൽ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് പത്രക്കാരൻ വന്നു ഒരു 3 പത്രം എടുത്തും കൂടി കൊടുത്തു കേട്ടോ. സാധാരണ ഒരു വീട്ടിൽ ഒരു പത്രമല്ലേ വരുത്താറുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പത്രം കൂടി വരുത്തും. അതേ 3 പത്രം കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവള് ആ വാർത്തയൊന്ന് നോക്കുക. എന്തായാലും ഇതൊക്കെ സീരിയലിന് മാത്രമേ നടക്കുള്ളായിരിക്കും അല്ലേ, അതോ ഇനി വലിയ വലിയ പണക്കാരുടെ വീട്ടിലേക്ക് ഇങ്ങനെയാ? എനിക്കറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ആ പേപ്പർ ഒന്ന് മറിച്ച് നോക്കിയ ജാനകിയെ സർപ്രൈസ് ആക്കിക്കൊണ്ട് ബിസിനസ് എക്സലൻസ് അവാർഡ് 2024 സൂര്യപ്രഭ ഓർഗനൈസേഷന്. ദൈവമേ, കഴിഞ്ഞ വർഷം അഭിയേട്ടൻ പ്രതീക്ഷിച്ച അവാർഡ് ഈ വർഷം അഭിയേട്ടന് കിട്ടിയിരിക്കുന്നു. ഭയങ്കര സന്തോഷം നമ്മുടെ ജാനകിക്ക്. എന്തായാലും അമൽ ഇതേ സമയം പതുക്കെ ഉണർന്നു കേട്ടോ. ഉറക്കമൊക്കെ ഉണർന്ന് എഴുന്നേറ്റിരുന്ന് വായൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പെണ്ണിറങ്ങി വരുന്നത്. അപർണ കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ തലയൊക്കെ തുടച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് കേട്ടോ.
നമ്മൾ ആഭരണ ഒന്ന് അടിമുടി ഇങ്ങനെ അവൻ ഇങ്ങനെ നോക്കുക. ഹോ, എന്തൊക്കെയായിരുന്നു ഇന്നലെ രാത്രിയിൽ. ചെമ്മീൻ ചാടിയ ചട്ടിയോളം, പിന്നെയും ചാടിയാലും ചട്ടിയിൽ. ഹോ, എൻ്റെ പൊന്നെ, കയറി അങ്ങ് ഗോളടിച്ചു എന്ന് വിചാരിച്ച് എൻ്റെ ബെഡിൽ കയറി കിടന്നതാ. ഇപ്പം എന്തായി? ഒടുവിൽ വീരശൂര പരാക്രമി ബെഡിൽ കിടന്ന് മുള്ളി എന്നും പറഞ്ഞ് അമലിനെ കളിയാക്കുക. എഴീ, ദേ തലേ തുണിയിട്ട് രാത്രി പല്ലിളിച്ച് പേടിപ്പിച്ചിട്ട് പരിഹസിക്കുന്നോ? നിൻ്റെ വീട്, നിൻ്റെ റൂം, പിന്നെ എന്തിനാ നീ അലറി വിളിക്കുന്നേ? നീ ഇപ്പോഴും ചെല്ലക്കുട്ടിയാ, ചെല്ലക്കുട്ടി. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും നിനക്കില്ല എന്നും പറഞ്ഞാൽ കളിയാക്കുക കേട്ടോ. ഇത് നിനക്ക് ഞാൻ തന്ന ടെസ്റ്റ് ഡോസാന്ന് കരുതിയാൽ മതി. എടി, നിന്നെ പേടിപ്പിക്കാൻ എനിക്കറിയാട്ടോ. ഞാനതിന് തൊനിഞ്ഞ 7 ദിവസം നീ പനി പിടിച്ച് കിടക്കും. എന്താ കാണണോ? അപ്പോൾ അപർണ പറഞ്ഞു, നിൻ്റെ കഴിവൊക്കെ നീ കാണിച്ചതാടാ. അതെ, എൻ്റെ മുമ്പിലല്ല നീ കാണിക്കേണ്ടത്, കമ്പനി നീ കാണിച്ചതാ. പറ്റുമെങ്കിൽ കമ്പനിയുടെ CEO പോസ്റ്റ് നിനക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുക. നീ ചെന്ന് ജോയിൻ ചെയ്ത് ചാർജ് എടുക്കുക. എന്നിട്ട് നിൻ്റെ മിടുക്ക് നീ മറ്റുള്ളവരോട് പറയുക. എടി, ആ കമ്പിളി കണ്ട് നീ പനിക്കേണ്ടടി. ആ പോസ്റ്റിലിരിക്കാനേ എൻ്റെ ഏട്ടനുണ്ട്. അതെ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് ദേഷ്യത്തോടു കൂടി അപർണ പറഞ്ഞ് അമല് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുക. അപ്പോൾ അപർണ പറഞ്ഞു, നീ ചെന്ന് വല്ലതും വെട്ടി വീഴുങ്ങ. എന്നിട്ട് പൊന്നൂനെ മുതുകിലിരുത്തി ആന കളിക്കുക. നിനക്ക് പറഞ്ഞിട്ടുള്ളതേ അതാ. അതിലെന്താടി സംശയം? അതെ, കഴിക്കാൻ തന്നെയാണ് ഞാൻ പോകുന്നത്, കളിക്കാനും. കാണിച്ചു തരാടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ്. തിരിഞ്ഞു വന്ന് നിന്നിട്ട് അപർണയോട് പറയുക, അതെ, ശരിക്കും നിൻ്റെ കുടുംബത്തിൽ വല്ല മന്ത്രവാദിനികളും ഉണ്ടായിരുന്നോ? എന്താടാ നിനക്ക് അറിയേണ്ടത്? നീ ചോദിക്കുക, നിനക്ക് എന്താ അറിയേണ്ടത്? അതെ, ഇന്നലെ രാത്രി നിന്നെ കണ്ട ശേഷം ചിത്രകഥയിലെ മന്ത്രിവാദിനിയുടെ ലുക്ക് തന്നെയാണ് നിന്നെ ഇപ്പോൾ കാണാനായിട്ട്. അതേടാ, നിൻ്റെ കഴുത്തി കഴിഞ്ഞിരിക്കുന്ന മന്ത്രവാദിയാടാ ഞാൻ. അപ്പോഴേക്കും അമല് പറഞ്ഞു, അതിനു മുമ്പ് ഞാൻ നിന്നെ തളക്കൂടി നോക്കിക്കോ, നീ പാടാ എന്ന് പറഞ്ഞിട്ട് അമൽ ഒന്നുകൂടെ എത്തി നോക്കിയിട്ട് പോവുക. എന്തായാലും അമലിൻ്റെയും ഈ നമ്മുടെ അപർണയുടെയും കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. രണ്ടുപേരും ശത്രുക്കളാണെങ്കിൽ പോലും ആ ഒരു രസത്തിൽ തന്നെയാണ്. അപർണ കണ്ണാടി നോക്കുക. അവൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ലുക്ക് എനിക്കുണ്ടോ? ഇതേ സമയം ജാനകി ഓടിച്ചാടി തുള്ളിച്ചാടി വന്ന അഭിയേട്ടാ അച്ചാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിളി. ഇവളെന്താ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നേ എന്നും പറഞ്ഞ് മുത്തശ്ശി. എന്താടി തുള്ളിച്ചാടുന്നത്? അച്ഛാ, ഇന്നത്തെ ന്യൂസ് പേപ്പർ കണ്ടോ എന്ന് ജാനകി ചോദിച്ചപ്പോഴേക്കും മൈൻഡ് ചെയ്യാതെ പ്രഭേ നമ്മുടെ പ്രഭേ ഒരു ചായ ഒഴിവാക്കി വിട്ടാലും കടിച്ചു തൂങ്ങി അവൾ പിന്നാലെ ചെന്നോളും എന്ന് പറഞ്ഞ് മുത്തശ്ശി കളിയാക്കുക. ഇങ്ങനെ തുള്ളാൻ മാത്രം ന്യൂസ് പേപ്പറിൽ എന്താ ഉള്ളത്? അതെ, നമ്മുടെ കമ്പനിക്ക് അവാർഡുണ്ട്. ദാ അവാർഡോ? എന്ത് അവാർഡ്? കാണട്ടെ. അപ്പോഴേക്കും അമ്മ ഈ പത്രമൊക്കെ എവിടെ കൊണ്ടിട്ടിരിക്കുക എന്ന് ചോദിച്ച് സൂര്യ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. ദാ എന്നാടാ പത്രം, ഇതിലെന്തോ അവാർഡുണ്ടെന്ന് പോലും. എന്നിട്ട് ജാനകി കാണിച്ചു കൊടുക്കുക. അതേ അച്ഛാ, ദേ അകത്തെ പേജിൽ. അച്ഛനാണ് ജാനകിയെ മൈൻഡ് ചെയ്യാതെ കേട്ടോ നോക്കുന്നത്. ദാ ഇവിടെ. അച്ഛനാണെങ്കിൽ നീ തൊടണ്ട എന്ന രീതിയിൽ തിരിച്ചൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഭി എവിടെ അമ്മേ? എന്താ മോനെ, എന്താ പറ്റിയേ? കഴിഞ്ഞ വർഷത്തെ ബിസിനസ് എക്സലൻസ് അവാർഡ് സൂര്യപ്രഭയ്ക്കാണ്. ദാ ഓണോ, അവാർഡ് നമുക്കുണ്ടോ? എന്തായാലും അഭി ഇറങ്ങി വന്നു. അഭി അറിഞ്ഞിരുന്ന കാര്യം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അമ്മ അന്നേരത്തിന് ചായയായിട്ട് അകത്തുനിന്ന് വന്നു. അമ്മയോടും പറഞ്ഞു അവാർഡിൻ്റെ കാര്യം. ഇങ്ങനൊരു അവാർഡിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നെങ്കിലും നമ്മുടെ കയ്യിലേക്ക് ഇത് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അതായത് അഭിയുടെ അമ്മയോട് മുത്തശ്ശി പറഞ്ഞു, നീ പോയി അകത്ത് പോയി മധുരം എടുത്തുകൊണ്ട് വാ. മുത്തശ്ശിക്ക് എങ്ങനെയും മധുരം കഴിച്ചാൽ മതിയല്ലോ. എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോഴേക്കും അമല ഇറങ്ങി വന്നു. എന്താ ഇവിടെ ഒരു ആഘോഷം? പത്രത്തിൽ എന്താ ഉള്ളത്? അപ്പോൾ അമൃതയും വന്നു കേട്ടോ. ബിസിനസ് എക്സലൻസ് അവാർഡ് സൂര്യപ്രഭ ഓർഗനൈസേഷനാണ് ഇന്നത്തെ പത്രത്തിലുണ്ട്. ആഹാ, അടിപൊളിയായല്ലോ. ശരൺ ഇങ്ങനെ ഒരു അവാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുംബൈയിൽ ഏതോ ഒരു സംഘടനയല്ലേ അവാർഡ് കൊടുക്കുന്നത് എന്ന് അമൃത ചോദിച്ചു. അതെന്ന് അഭിയും പറഞ്ഞു കേട്ടോ. അപ്പോൾ അമല് പറഞ്ഞു, എന്തായാലും ഇത് നമ്മുടെ കമ്പനിക്കൊരു നേട്ടം തന്നെയാണ് അഭിയേട്ടാ. പിന്നെ കമ്പനിക്കല്ല, നിനക്കാ നേട്ടം എന്ന് അമലിനോട് മുത്തശ്ശി പറഞ്ഞപ്പോൾ എനിക്കോ? അതിലുണ്ടാകുന്ന ഇത്ര സംശയം? നീ CEO ആകാൻ തുടങ്ങിയപ്പോഴല്ലേ അവാർഡ് വീട്ടുമുറ്റത്തെത്തിയത്. അതിനാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോഴേക്കും അമല് ചിരിച്ചു. അപ്പോൾ അമ്മ മധുരമൊക്കെ ആയിട്ട് വന്നു. മധുരം എടുത്ത് അഭിക്ക് കൊടുക്കുകയാണ് അമല്. കുറേ കാലമായിട്ട് അഭി ആ കസേര ഇരിക്കുന്നുണ്ടോ? വല്ല അവാർഡും അഭിക്ക് കിട്ടിയോ? എന്നിട്ട് ഇപ്പോൾ അവാർഡ് കിട്ടിയില്ലേ? അത് അമല് CEO തുടങ്ങിയപ്പോഴല്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോഴേക്കും അഭി പറഞ്ഞു, ശരിയാ, മുത്തശ്ശി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോഴേക്കും പ്രഭ പറഞ്ഞു, അതെ, ഈ ഏത് കാര്യവും വളച്ചൊടിച്ച് പറയുന്ന എൻ്റെ അമ്മേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അവാർഡിൻ്റെ അവകാശി അഭി തന്നെയാണ്, അഭി മാത്രം. അപ്പോൾ അഭി പറഞ്ഞു, ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ വിജയമാണ്.
അപ്പോൾ സൂര്യ പറഞ്ഞു, അതായത് അഭിയുടെ അച്ഛൻ പറഞ്ഞു, ഇത് നിൻ്റെ വിജയമാണ്, കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്, ഇത് നീ അച്ഛന് തന്ന സമ്മാനം തന്നെയാണ്. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഇന്ന് ഒരു പ്രസ് മീറ്റിന് സമയം ചോദിച്ച് അവിടെ നിന്ന് പത്രത്തിൽ നിന്ന് മധുവങ്കിള് വിളിച്ചായിരുന്നു. അപ്പോഴേക്കും അത് കൊടുത്തോളാനായിട്ട് പറയാണ്, അതിന് അനുമതി കൊടുത്തോളാനായിട്ട് സൂര്യ പറയാം. അപ്പോൾ അമര് പറഞ്ഞു, അഭിയേട്ടനെ ലോകം മുഴുവൻ കാണട്ടെ, എല്ലാവരും അറിയട്ടെ. അങ്ങനെ ജാനകിക്കും വളരെ സന്തോഷമായി കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അമലിനെ നോക്കിയിട്ട് മനസ്സിലിങ്ങനെ ഓർക്കുക, കിട്ടിയ അവസരം നശിപ്പിച്ച് കളയുന്ന കഴുതയാ. ജാനകിയുടെ ഒരു സന്തോഷം കണ്ടില്ലേ. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അപർണ ആരോടെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി അപർണയുടെ അരികിലേക്ക് വന്നിട്ട്, മോളെ ഫോണൊക്കെ കട്ട് ചെയ്തു. എന്താ മുത്തശ്ശി? അതെ, ഇത്തവണ അവാർഡ് കിട്ടിയിരിക്കുന്നതേ സൂര്യപ്രഭ ഓർഗനൈസേഷനാ. എന്താ മുത്തശ്ശിയോട് താരാ പറഞ്ഞത്? അതെ, ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വാർത്തയുണ്ട്. എന്തായാലും അത് ചെറിയൊരു അവാർഡ് അല്ലല്ലോ, വലിയൊരു അവാർഡാണല്ലോ. സൂര്യപ്രഭ ഓർഗനൈസേഷന് ഇനിയൊരു വൻ കുതിച്ചുകയറ്റം ആയിരിക്കും അല്ലേ വരാൻ പോകുന്നത്. അതെ മോളെ, അതെ. അതുകൊണ്ട് തന്നെ ആ നേട്ടം അഭിയിലേക്ക് പോകരുത്, അത് പോകേണ്ടത് അമലിലേക്കാണ്. അതിന് അമൽ CEO ആയിട്ട് പോകണം. വൈകുന്നേരം പ്രസ് മീറ്റ് ഉണ്ട്, അതിൽ പങ്കെടുക്കുന്നത് അഭി ആകരുത്, അമലായിരിക്കണം. ഞാൻ ആഗ്രഹിക്കാത്തതാണോ? ഇന്നലെ CEO ആയിട്ട് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അമലിന് അത് വലിയ നേട്ടമായേനെ. എന്തായാലും അഭി പ്രസ് മീറ്റിൽ പങ്കെടുത്തിട്ട് അമൽ പിന്നെ ആ പോസ്റ്റിൽ വന്നിരുന്നിട്ട് ഒരു കാര്യവുമില്ല, എല്ലാ ക്രെഡിറ്റും അഭി കൊണ്ടുപോകും. എന്തായാലും നീ ഒരു കാര്യം ചെയ്യണം, പ്രസ് മീറ്റിൽ അമലായിരിക്കണം പോകേണ്ടത്. അഭിയുടെ പടിയിറക്കം എന്തായാലും കമ്പനിയുടെ ഗുഡ് വില്ലിനെയും ബാധിക്കും. അഭി അവിടെ ഒരു കൊടി കുത്തിയിട്ടാ പോകുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക. ഈ മുത്തശ്ശിക്ക് എന്താ ബുദ്ധി. എന്തായാലും അപർണയും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.